നമസ്കാരം. കഥ നടക്കുന്നത് അറബിക്കടലിലെ റാണിയായ കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഒരു നക്ഷത്ര ഹോട്ടൽ. അവിടേക്ക് ഒരു 10-11 മണിയായപ്പോൾ പോലീസിൻ്റെ ഡാൻസ് ഓഫ് സംഘം കടന്നു വരികയാണ്. 3-ാം നിലയിലെ 314 നമ്പർ മുറിയാണ് അവരുടെ ലക്ഷ്യം. അവിടെ ഒരാൾ താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന വിവരം കിട്ടിയാണ് വരുന്നത്. ഇവർ വരുന്ന കാര്യം ആ മുറിയിൽ താമസിക്കുന്നവർ അറിയുന്നുണ്ട്. 3 പേരുണ്ടായിരുന്നു. 2 പേര് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഒരാൾ ഏത് വഴിക്ക് ഓടിയെന്ന് ആർക്കും അറിയില്ല. ഉണ്ടായത് ഒരാൾ, ഒരു പ്രമുഖൻ. പുള്ളി 3-ാം നിലയുടെ ആ മുറിയിലെ ജനലിൽ നിന്ന് പുറത്തേക്ക് ചാടും. അവിടെ നിന്ന് മേൽക്കൂര എന്തോ ഷീറ്റോ ഒക്കെ പൊത്തിയാരി നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് വീഴുന്നത്. 2-ാം നിലയിൽ അവിടെ നിന്ന് നീന്തി കയറി ഹോട്ടൽ ലോബി വഴി ഇറങ്ങി ഇങ്ങനെ ഓടുക. ഞാനിത് കഥയാണ് പറയുന്നെങ്കിലും ഇത് സത്യമാണ്. ഈ സംഭവം എല്ലാം അവിടുത്തെ CCTV കിട്ടിയിട്ടുണ്ട്. സിനിമയിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മോഹൻലാൽ ഇതേപോലെ ഒരു ചാട്ടം ചാടിയിട്ടുണ്ട്. എന്നിട്ട് മമ്മൂട്ടിയെ പോയി ചെയ്ത് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പോകണം ചെയ്യാനുള്ള സമയം കിട്ടില്ല, കാരണം പോലീസാണല്ലോ പുറകെ വരുന്നത്. ഓടിയ ആൾ നമ്മുടെ ഷൈൻ ടോം ചാക്കോയാണ്. ഷൈൻ ടോം ചാക്കോ കോട്ടം പുത്തരിയല്ലെന്ന് മലയാളിക്കറിയാം. ഒരുപാട് ഓട്ടം പുള്ളി ഓടുന്നതാണ്. അപ്പം അഭിമുഖം എടുക്കാൻ പത്രക്കാർ ചെന്നാൽ അപ്പോൾ ഓടും. ഇതാണ് ഓട്ടം. പക്ഷേ ഇത് പുള്ളിയുടെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഓടിയത് എന്നാണ് പോലീസ് പറയുന്നത്. സത്യം എന്താണെന്ന്. പക്ഷേ ഈയിടെയായി മലയാള സിനിമയുമായി ചുറ്റിപ്പറ്റി ഉയരുന്ന ലഹരി കഥകളിൽ, ലഹരി കേസുകളിൽ സ്ഥിരമായി പറഞ്ഞു നിൽക്കുന്ന പേരുകളിൽ ഒന്ന് ഷൈൻ ടോം ചാക്കോയുടേതും മറ്റൊന്ന് ശ്രീനാഥ് ബാസിയുടേതുമാണ്. മലയാള സിനിമയിലെ ശ്രദ്ധേയരായ 2 യുവതാരങ്ങൾ. ഇവർക്കിതെന്ത് പറ്റി എന്ന് ആളുകൾ നിരന്തരം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അതുമാതിരി സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ ഒരു 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചപ്പോൾ അതിനകത്ത് ഉയർന്നു കേട്ട പേരുകൾ, അല്ലെങ്കിൽ ആ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസിൽ ഈ 2 പേരുകൾ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസി. ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ ആദ്യമായല്ല ഇത്തരം കേസുകളിൽ ഉയർന്നു കേൾക്കുന്നു. ഷൈനെ സംബന്ധിച്ചാണെങ്കിൽ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കൊക്കൈൻ കേസ് വന്നു. അത് ഈ ഇടയ്ക്കാണ് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയത്. പക്ഷേ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയും അതിനോട് ചേർന്ന് നോക്കാൻ വേറെ പല കേസുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ തുടങ്ങിയിരിക്കും. ശ്രീനാഥ് ബാസിയുടെ കാര്യം നേരത്തെ അറിയാം. 1-2 തവണ അദ്ദേഹത്തെ വിലക്കിയിട്ടുള്ളതാണ് സിനിമയിൽ നിന്ന്. ഓരോ തവണ വിലക്കും പുള്ളി തിരിച്ചു വരും, പിന്നെയും വിലക്കും പുള്ളി തിരിച്ചു വരും, പിന്നെയും വിലക്കും തിരിച്ചു വരും. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 2 സംഭവങ്ങളാണ് ഇത് പറയാൻ കാരണം. നടി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസമാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അഭിനയിച്ച ഒരു സിനിമയുടെ സെറ്റിൽ ഒരു യുവനടൻ ലഹരി ഉപയോഗിച്ച് വളരെ മോശമായി പെരുമാറി എന്ന് അവർ പറയുന്നു. അതാരാണെന്ന് വെളിപ്പെടുത്തണം എന്ന് സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഒടുവിൽ ആ പേര് അവർ വെളിപ്പെടുത്തുന്നു, ഷൈൻ ടോം ചാക്കോ. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പരാതി, നടപടി, അന്വേഷണം തുടങ്ങി വിവിധ ഘട്ടങ്ങളിലെത്തി നിൽക്കുകയാണ്. ഷൈനെ പുറത്താക്കുമെന്ന് അമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഷൈനെതിരെ അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നടനെതിരെ നടപടിയെടുക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന, സിനിമാ സംഘടനകൾ പറഞ്ഞിരിക്കുന്നു. പരാതി, ബഹളമെല്ലാം അതൊരു സൈഡിൽ നിൽക്കുക. വിൻസി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതവിടെ നിൽക്കും. ഇപ്പുറത്ത് ശ്രീനാഥ് ബാസിയെക്കുറിച്ച് ഒരു നിർമ്മാതാവ് വെളിപ്പെടുത്തുന്നത് കേട്ട പെട്ടതള്ള സഹിക്കത്തില്ല. നമുക്ക് കോടതിയിൽ കാണാം. എന്തല്ലേ സിനിമയുടെ പേര്? അത് സിനിമയുടെ പേരാ. ആ സിനിമയുടെ സെറ്റിൽ വെളുപ്പിന് 3 മണിക്കൊക്കെ ശ്രീനാഥ് ബാസി ലഹരി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് നിർമ്മാതാവ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. പാവപ്പെട്ടവൻ കാശ് മുടക്കി സിനിമയും പിടിക്കണം,
ഈ നടൻ വെളുപ്പിന് 2 മണിക്ക് 3 മണിക്ക് എണീറ്റ് ലഹരി തരൂ എന്ന് പറഞ്ഞാൽ അത് സംഘടിപ്പിച്ച് കൊടുക്കണം. എന്തൊക്കെ പരിപാടിയാണ്. ഏതായാലും സംഘടിപ്പിച്ച് കൊടുക്കാനൊന്നും പുള്ളി നിന്നില്ല. പക്ഷേ ഈ ലഹരി കിട്ടാത്തതിൻ്റെ പിറ്റേന്നൊക്കെ ശ്രീനാഥ് വാസി സെറ്റി വരത്തില്ലത്രേ. ഒന്ന് ആലോചിച്ച് നോക്കണം. കാശിയിലവാക്കി സിനിമ പിടിച്ചിട്ട് നടനെ കാത്ത് നിർമ്മാതാക്കളും സംവിധായകരും ബാക്കിയുള്ളവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി വരത്തില്ല. 5 ദിവസം എന്ന് പറഞ്ഞ് ലണ്ടനിൽ പോയ ശ്രീനാഥ് വാസി 58 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. എന്തൊരു വേഗതയാണ്. ഷൂട്ടിംഗ് മുടങ്ങുന്നു, ഡബ്ബിങ് മുടങ്ങുന്നു, കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. ഒരു പരുവത്തിനാണ് ആ സിനിമ തീർത്തത് എന്ന് സങ്കടത്തോടെ നിർമ്മാതാവ് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സിനിമ പിടിക്കാൻ ഇറങ്ങിയ ആളാണ്. സഹിക്കത്തില്ല. എന്താണ് ചങ്ങായിമാരെ നിങ്ങൾക്ക് പറ്റിയത്? ഈ സിനിമ എന്നുള്ള സാധനം, ഈ സിനിമ ആഗ്രഹിച്ച് സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ ആഗ്രഹിച്ച് സംവിധായകരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന, സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്ന, അത്യധ്വാനം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്കാർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ ഒരവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ സിനിമയിൽ അത്യാവശ്യം നല്ല നടന്മാരെന്ന് പേരെടുത്ത് കഴിഞ്ഞ മനുഷ്യരാണ്. നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന മനുഷ്യരാണ്. നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതോ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമെന്ന് പറയാം. പക്ഷേ നിയമവിരുദ്ധമായ ഈ ലഹരി ഉപയോഗം മോശമല്ലേ എന്ന് കുറേ കാലം കൊണ്ട് നിങ്ങളോട് പലരും ചോദിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പുകയെടുത്തോ, അത് ഊതി, എന്തിനാണ് മലയാളിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വിടുന്നത് എന്ന് ചോദിക്കുന്നവരും കുറവല്ല. മലയാള സിനിമ എന്നുള്ള ഒരു വ്യവസായം, അതിനെ ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലേക്ക് പല പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ചില യുവനടന്മാരെങ്കിലും പോകുന്നു എന്ന പരാതി വ്യാപകമാണ്. സിനിമയിലെ ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും മലയാളിക്ക് പുത്തരിയല്ല. പക്ഷേ സ്ഥിരമായി ഇങ്ങനെ 1-2 പേരുകൾ ഉയർന്നു കേൾക്കുന്നത് ശരിയല്ല. ഇനിയെങ്കിലും നിങ്ങളൊന്ന് അടങ്ങണം. സർക്കാരിനോട് പറയാനുള്ളത്, വളരെ ശക്തമായി ഈ പരിശോധനകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നല്ല കാര്യം. ഇങ്ങനെ പോയാൽ ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേകം കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ തുടങ്ങേണ്ടി വരും എന്നുള്ള സംശയവും പലർക്കും ഉണ്ട്. വിമുക്തിക്കൊക്കെ ഒരുപാട് ഫണ്ടുള്ളതാണ്. പറ്റുമെങ്കിൽ ഇവരെ വിളിച്ച് വല്ല അഡിക്ഷൻ സെൻറ്ററിലും കൊണ്ടുപോയി അത്യാവശ്യം ചികിത്സയും ഉപദേശവും കൊടുത്ത് മിടുക്കന്മാരാക്കി തിരിച്ചുകൊണ്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നല്ല നടന്മാരാണ്. അവർ സിനിമയിൽ അഭിനയിച്ചോട്ടെ. ജീവിതത്തിലൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? കൂടുതലൊന്നും പറയാനില്ല. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിക്കുമല്ലോ, നിയമപരമായ മുന്നറിയിപ്പ്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. പുകവലിയും മദ്യപാനവും മാത്രമല്ല, അത് കഴിഞ്ഞുള്ള കുറേ ലഹരികളുണ്ട്, അതും ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഇത് സിനിമയെ പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ പാലിക്കുക കൂടി ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിടാം.